ഇതാണ് ഞങ്ങളുടെ മാംഗോസ്റ്റിൻ പ്ലാന്റ് ആണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് കറുകുറ്റി സർവീസ് സഹകരണ ബാങ്ക് ഞങ്ങൾക്ക് തന്ന ഒരു ഗിഫ്റ്റാണ് കേട്ടോ. അത് ഞങ്ങൾക്ക് മാത്രമല്ല, ഇതിലെ എല്ലാ അംഗങ്ങൾക്കും കൊടുത്തിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ 4 ഗ്രോ ബാഗ് ഉണ്ട്. ഞാനത് തുറന്ന് കാണിക്കാം കേട്ടോ. കറുകുറ്റി സർവീസ് സഹകരണ ബാങ്ക്, ക്ലിപ്റ്റൺ നമ്പർ E63, പന്തയ്ക്കൽ, പാതുവാപുരം PO. ഇതിൻ്റെ സൈസ് വരുന്നത് 40x24x24 ആണ്. തിക്നെസ് 150 മൈക്രോൺ ആണ്. ഇതിൻ്റെ വില വരുന്നത്, ഈ ഒരു ഗ്രോ ബാഗിൻ്റെ വില വരുന്നത് 25 രൂപയാണ്. ഇതാണ് നമ്മുടെ ഗ്രോ ബാഗ്. അപ്പോൾ ഇതുപോലത്തെ 4 ഗ്രോ ബാഗ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ അവർക്കുള്ള ഒരു താങ്ക്സ് കൂടിയാണ് കേട്ടോ. ഇനി അടുത്ത എന്താണെന്ന് കാണിച്ചു തരാം. നമുക്ക് ഇത്രയും പച്ചക്കറി വിത്തുകൾ കിട്ടിയിട്ടുണ്ട്. ഇത് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അവർ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൃഷി എങ്ങനെ ചെയ്യും, എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിൻ്റെ കൂടെ ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ് എഴുതിയിരിക്കുന്നത്. ജൈവ പച്ചക്കറി കൃഷിക്കായിട്ട് ഒരു പാക്കേജ്. ഇതിൻ്റെ അകത്ത് പാവലുണ്ട്, വെണ്ടയുണ്ട്, പയറുണ്ട്, അതുപോലെ തന്നെ മുളകിൻ്റെ വിത്ത്, ചുരക്കയുടെ വിത്ത്, അങ്ങനെ പല വിത്തുകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഞാനിത് വായിച്ച് കേൾപ്പിക്കാം. വിഷവിമുക്ത പച്ചക്കറിക്കായിട്ട് ജൈവ വളങ്ങളും വളർച്ചാ ത്വരകങ്ങളും ഉൾപ്പെടെയുള്ള ജൈവ വളക്കൂട്ടുകളും ജൈവ കീടനാശിനികളും ജീവാണു വളങ്ങളും ജീവാണു കീടനാശിനികളും ഉപയോഗപ്പെടുത്തുന്ന ഒരു പാക്കേജ്. മണ്ണിൻ്റെ ആരോഗ്യം ഉറപ്പുവരുത്തി കീടരോഗബാധകളെ അകറ്റാനായിട്ട് അത് സഹായിക്കും. അതുതന്നെയാണല്ലോ നമ്മളും ശരിക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നതും അറിയാൻ ആഗ്രഹിക്കുന്നതും അല്ലേ. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് മാസ്ക് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സാൻഡൽ സോപ്പ്, ബ്യൂട്ടി സാൻഡൽ സോപ്പ് എന്നാണ് ഇതിൻ്റെ പേരെഴുതിയിരിക്കുന്നത്. അപ്പോൾ കട്ടി കൂടിയ വിത്തുകളൊക്കെ ആകുമ്പോൾ, അതായത് പാവലം, പടവലം, മത്തൻ, കുമ്പളം, വെണ്ട, പയർ, ചുരക്ക, ഇതൊക്കെ നമ്മൾ സ്യൂഡോമോണസ് ലായനിയിൽ നമ്മൾ 10 ഗ്രാം സ്യൂഡോമോണസ് എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം 4 മണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം നടുകയാണെങ്കിൽ പെട്ടെന്ന് മുളച്ച് വരാനൊക്കെ അത് സഹായിക്കുന്നൊരു കാര്യമാണ്. ചെറിയ വിത്തുകൾ ചീര, വെള്ളരി, മുളക്, ക്യാബേജ്, കോളിഫ്ലവർ, സവാള, ഇതുപോലുള്ളവ നമ്മൾ ട്രേകളിലൊക്കെ മുളപ്പിച്ചതിന് ശേഷം പറിച്ച് നടുന്നതാണ് കൂടുതൽ നല്ലത്. ഡയറക്റ്റും നടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ മറ്റൊരു പ്രധാന കാര്യം ഇതിൽ പറഞ്ഞിരിക്കുന്നത് പുതയിടലിനെ കുറിച്ചാണ്. വിത്തുകൾ മുളച്ച് തൈകളാകുന്നതോടുകൂടി നമുക്ക് തൈകൾ വേര് പിടിച്ചാൽ ഉടനെയും നമുക്ക് ജൈവാവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് പുതയിടാവുന്നതാണ്. അത് സൂക്ഷ്മ ജീവാണുക്കളുടെ വളർച്ച വർദ്ധിപ്പിക്കാനായിട്ടും അതുപോലെ തന്നെ ചൂട് കുറയ്ക്കാനും ജലനഷ്ടം കുറയ്ക്കാനും ഒക്കെ ഈ പുതയിടൽ സഹായിക്കുന്നുണ്ട്. ചെടികളുടെ വളർച്ച വർദ്ധിപ്പിക്കാനായിട്ട് നല്ലൊരു വളമാണ് ഫിഷ് അമിനോ ആസിഡ്. നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ തുല്യ അളവിലാണ് മീനും, മത്തി പോലുള്ള മീനും അതുപോലെ തന്നെ ശർക്കരയും എടുക്കേണ്ടത്. അത് ചീകിയിട്ട് ശർക്കര ചീകുക, അതുപോലെ തന്നെ മത്തി ചെറുതായിട്ട് അരിയുക. ഇതിൻ്റെയൊക്കെ വേസ്റ്റ് കിട്ടുമെങ്കിൽ, മത്തിയുടെയൊക്കെ വേസ്റ്റ് കിട്ടുമെങ്കിൽ അതങ്ങനെ വാങ്ങിച്ചാലും മതി. നമുക്കൊരു കുപ്പിയിൽ ഒഴിച്ചു വെച്ചിട്ട് 21 ദിവസം കഴിഞ്ഞ് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ വേണമെന്നുള്ളൊരു വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിൻ്റെ ലിങ്ക് തരാം. ഓൾറെഡി അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു വളക്കൂട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പച്ച ചാണകം 1 കിലോ, 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 1 കിലോ കടലപ്പിണ്ണാക്ക് എന്നിവ 10 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ കലക്കി വയ്ക്കുക. ഒരു 3 മുതൽ 5 ദിവസത്തിനുള്ളിൽ നമുക്കത് റെഡിയായി കിട്ടും. രാവിലെ ഒന്ന് ഇളക്കി കൊടുക്കുക. 5 ദിവസം കഴിഞ്ഞ് നമുക്ക് ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് കളകൾ കൊണ്ടും വളം തയ്യാറാക്കാമെന്ന് ഇവിടെ പറയുന്നുണ്ട്. ജൈവ കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കീടരോഗ നിയന്ത്രണം. അതിനായിട്ട് നമ്മൾ കൃഷിയിടത്തിൽ ദിവസവും എന്ന വണ്ണം തന്നെ ഒന്ന് പോവുകയും അതിൽ പച്ചക്കറികളുടെയൊക്കെ ഇലകളുടെ 2 സൈഡും നോക്കുക. അതുപോലെ തന്നെ ജൈവ കീടനാശിനികൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് രോഗം വന്നതിന് ശേഷമല്ല, അതിനു മുമ്പ് തന്നെ നമ്മളൊരു പ്രിവെൻറ്റീവ് എന്ന രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് ജൈവ കീടനാശിനികൾ നമ്മളെല്ലാം ഉപയോഗിക്കേണ്ടത് വൈകുന്നേരം വേണം ഉപയോഗിക്കാൻ. അത് ഇലകളുടെ 2 സൈഡിലും ശ്രദ്ധിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേയർ ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നമ്മൾ ഇതിനു മുമ്പ് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതത്തെക്കുറിച്ചൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കമൻറ്റ് ചെയ്താൽ ഞാനത് പറഞ്ഞു തരാം.
ജൈവ കീടനാശിനികൾ ഉപയോഗിച്ച ശേഷവും നശിക്കാത്ത കീടങ്ങളുണ്ടാകും ചിലപ്പോൾ. അപ്പോൾ അതിനെ നശിപ്പിക്കാനായിട്ട് നമുക്ക് വെർട്ടീസിലിയം ലെക്കാനി അല്ലെങ്കിൽ ബുവേറിയ എന്നിവയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അത് 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ വൈകുന്നേരം വേണം ഉപയോഗിക്കാനായിട്ട്. വെള്ളരി വർഗ്ഗങ്ങളിലെ കായീച്ചയെ നശിപ്പിക്കാനായിട്ട് നമുക്ക് ഫെർമോൺ കെണി ഉപയോഗിക്കാവുന്നതാണ്. 1 ഏക്കറിന് 10 എണ്ണം എന്ന രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. കുറച്ചുള്ളവർ അതനുസരിച്ച് നമ്മൾ എണ്ണം ക്രമപ്പെടുത്താവുന്നതാണ്. ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട സമയം എന്ന് പറയുന്നത് പൂക്കൾ വിരിയുന്ന സമയത്ത് തന്നെ ഉപയോഗിച്ചാലാണ് അതിന് റിസൾട്ട് കിട്ടുക. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പഴക്കെണിയോ തുളസിക്കെണിയോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. രോഗം ബാധിച്ച തണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കാണുമ്പോൾ തന്നെ നമ്മൾ പറിച്ച് നശിപ്പിക്കുക. അതായിരിക്കും ഏറ്റവും നല്ല ഒരു പ്രതിവിധി, ഇതിനെ കൂടുതൽ പകരാനായിട്ട് അനുവദിക്കാതിരിക്കാനായിട്ട്. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം കറുകുറ്റി സർവീസ് സഹകരണ ബാങ്ക് ഇങ്ങനെ ഒരു പച്ചക്കറി വിത്തുകളൊക്കെ എല്ലാവർക്കും നൽകുന്ന വഴി, അതായത് മെമ്പേഴ്സിന് എല്ലാവർക്കും നൽകുന്ന വഴി എല്ലാവർക്കും കൃഷി ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമാണ്. ഇപ്പോൾ വിത്ത് ലഭിക്കാത്തത് മൂലം കൃഷി ചെയ്യാത്ത ഒരുപാട് പേരുണ്ടാകും. പക്ഷെ അങ്ങനെയുള്ളവർക്കെല്ലാം ഇതൊരു നല്ലൊരു പ്രചോദനമാണ്. അപ്പോൾ അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളും ഇതുപോലെ തന്നെ സർവീസ് സഹകരണ ബാങ്കുകളും ഒക്കെ അവരുടെ അംഗങ്ങൾക്ക് ഇതുപോലെ ചെറിയ രീതിയിലുള്ള ഒരു കുറച്ച് വിത്തുകളും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഇതുപോലെ നൽകുകയാണെങ്കിൽ നമ്മുടെ ജൈവ കൃഷിയിലേക്ക് എല്ലാവർക്കും കൂടുതലായിട്ട് ഇറങ്ങാനും വിഷമടിക്കാത്ത പച്ചക്കറികൾ നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള നമുക്ക് എല്ലാവർക്കും ഉൽപ്പാദിപ്പിച്ചെടുക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇവർ ചെയ്ത ഈ ഒരു വലിയൊരു കാര്യത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പച്ചക്കറി വിത്തുകൾ ഇതുപോലെ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണെന്നൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകും. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ പച്ചക്കറികളൊക്കെ ഈ ഒരു സമയത്ത് നട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ പറയുക. ഇപ്പം ഞങ്ങളുടെ പയറൊക്കെ ഇത്രയും വലുതായി, ചീരയൊക്കെ വിളവെടുക്കാനൊക്കെ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ പിന്നെ റംബൂട്ടാൻ നട്ടു, അതുപോലെ തന്നെ മാങ്കോസ്റ്റിൻ നട്ടു, പ്ലാവും തൈ നട്ടു. അങ്ങനെ ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പറമ്പിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം വീഡിയോ ആയിട്ട് വരും. ഇതാണ് ഞങ്ങളുടെ മാങ്കോസ്റ്റിൻ പ്ലാന്റാണ് കേട്ടോ. ഇത് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. മാങ്കോസ്റ്റിൻ്റെ ഒരു പ്രത്യേകത, നമ്മളിതിൻ്റെ കൊമ്പൊന്നും കോതി കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നന്നായിട്ട് ശിഖരങ്ങളായിട്ട് തന്നെ വളരുകയാണ് വേണ്ടത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പലരും അറിയാതെ നമ്മൾ എല്ലാത്തിൻ്റെയും കൂമ്പ് തുള്ളി കൊടുക്കും. ഞങ്ങളും ഇത് ആദ്യം അങ്ങനെ ചെയ്തിരുന്നു കേട്ടോ. പിന്നെയാണ് നമുക്ക് മനസ്സിലായത് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന്. ഈ ഒരു പ്ലാന്റ് നമ്മൾ വെച്ചിട്ട് 4 വർഷമാണ് ആയത്. അപ്പോൾ ഇത്രയും പൊക്കം വന്ന് ഇതിൻ്റെ ഹൈറ്റൊക്കെ വർദ്ധിക്കുന്നത് വളരെ സാവകാശമാണ്. ഇതിൻ്റെ 7 വർഷത്തോളം ആകും ഇതിന് കായ്കൾ ഉണ്ടാകാൻ. ചിലപ്പോൾ ഒരു 6 വർഷത്തിലൊക്കെ കായ്ക്കാറുണ്ട്. ഇത് നമ്മൾ ബഡ് തൈയൊന്നുമല്ല, അല്ലാതെ കുരുവിട്ട് മുളപ്പിച്ചതാണ് നമ്മളിത് നട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് 100 വർഷത്തിന് മേൽ ആയുസുണ്ട് ഈ ഒരു ചെടിക്ക്, ഈ ഒരു ഇതിന്. അപ്പോൾ അത് നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ്. നിറയെ കായ്കളുണ്ടാകും. ഇപ്പോൾ നല്ല റേറ്റാണ് ഇതിൻ്റെ ഫ്രൂട്ടിന്. ഇത് ബഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം ഇതിൻ്റെ അകത്ത് എല്ലാം പെൺമരങ്ങളാണ് ഉണ്ടാകുക, അല്ലാതെ ആണും പെണ്ണും അങ്ങനത്തെ വ്യത്യാസം നമ്മുടെ ഈ മാങ്കോസ്റ്റിനില്ല. എല്ലാത്തിനും കായ്കൾ ഉണ്ടാകുകയും ചെയ്യും. പിന്നെ പൂക്കളിൽ ചിലപ്പോൾ ആണും പെണ്ണും വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാലും മരം എല്ലാം പെണ്ണ് തന്നെയായിരിക്കും. മിക്കവാറും അടുത്ത വർഷം ഇതിൻ്റെ അകത്ത് പൂവിടും കേട്ടോ. ഞങ്ങൾ കാണിച്ചു തരാവേ. ഇതുപോലെ സഹകരണ സംഘങ്ങൾ വഴി നല്ല ഇനം പച്ചക്കറി വിത്തുകളും വളങ്ങളും ജൈവ കീടനാശിനികളും ലഭ്യമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ നമ്മുടെ അധികാരികൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ നാടിനെ ഭക്ഷ്യസുരക്ഷയിലേക്ക് നയിക്കാൻ തീർച്ചയായും സാധിക്കും. എല്ലാ ദിവസവും 5ഉം 10ഉം ഒക്കെ നമ്മൾ എത്ര നോക്കി പറിച്ചാലും കുറച്ചൊക്കെ താഴെ വീഴും. ഇത് നമ്മളുടെ വീട് ഇരിക്കുന്ന സ്ഥലത്തല്ല, വേറെ ഒരു പറമ്പാണ്. ഇത് നിറച്ച് ശിഖരങ്ങളായിട്ടുണ്ട്. വേണ്ട കൃഷിലോകം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.